എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു മസാല ഷവായൻ്റെ റെസിപ്പിയാണ്. കടയിൽ നിന്ന് വാങ്ങുന്നത് പോലെ തന്നെ അടിപൊളി രുചിയിൽ കുറഞ്ഞ ചേരുവയിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതും ഓവനൊന്നും ഇല്ലാതെ നല്ല രുചിയുള്ള നല്ലൊരു മസാല ഷവായ. അപ്പോൾ നമുക്ക് വേഗം തന്നെ നോക്കാം എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന്. അതിനു മുമ്പായിട്ട് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതുപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് നല്ലൊരു അടിപൊളി മസാല ഷവായ റെഡിയാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു മസാല ഷവായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ 1 കിലോൻ്റെ ഒരു ഫുൾ ചിക്കൻ നന്നായിട്ട് കഴുകി തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകി അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് ഇതുപോലെ വര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളിൽ നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നല്ലതുപോലെ വര ഇട്ട് കൊടുക്കുക. ഇനി ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതിലേക്ക് അരച്ച് ചേർക്കാനുള്ള മുളകൊന്ന് കുതിർത്തി വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 25 കാശ്മീരി മുളകാണ് കേട്ടോ ഞാൻ എടുത്തിന്, അത് ഇട്ട് കൊടുക്കുക. കാശ്മീരി മുളകാകുമ്പോൾ എരിവുണ്ടാവില്ല, നല്ല കളറും കിട്ടും. നന്നായിട്ട് കഴുകി അതിൻ്റെ മൊത്തെല്ലാം കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്ത കാശ്മീരി മുളകാണ്. ഇതുപോലെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക പെട്ടെന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിലേക്ക് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഒരു 3 ടേബിൾ സ്പൂണോളം വിനീഗറും കൂടെ ചേർത്തിട്ട് ഇതൊരു 10-15 മിനിറ്റോളം നമുക്കൊന്ന് അടച്ച് വെക്കാം. അപ്പോഴത്തേക്ക് ഇത് നന്നായിട്ടൊന്ന് കുതിർന്ന് വരും, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കുതിർത്തി വെച്ച മുളക് ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ആ ഒരു വെള്ളം കളഞ്ഞിട്ട് വേണം കേട്ടോ ഇട്ട് കൊടുക്കാൻ, വെള്ളത്തോടെ ഇട്ട് കൊടുക്കരുത്. വെള്ളം നന്നായിട്ട് കളഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലാണ് അടിച്ചെടുത്തിന്. നല്ലതുപോലെ അരച്ചെടുക്കണം. നമുക്ക് ബാക്കി കാര്യങ്ങളും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഒരു വലിയ സവാള, ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചി, ഒരു 12 അല്ലി വെളുത്തുള്ളി, ഒരു തക്കാളി, ഒരു കൈപ്പിടി മല്ലിയില കൂടെ എടുത്തിട്ടുണ്ട്. അതെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ സവാളക്ക് പകരം നിങ്ങൾക്ക് നിങ്ങളെ കയ്യിൽ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ ഒരു 25 ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്താൽ മതി. ചെറിയ ഉള്ളി ചേർക്കുമ്പോൾ ടേസ്റ്റ് കൂടും. അപ്പോൾ ഇതാ അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് ബൗളിലാണോ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ആ ഒരു ബൗളിലേക്ക് അരച്ചെടുത്ത മസാല മുഴുവനും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. പിന്നെ നിങ്ങൾ മുളക് കുതിർത്തുന്ന സമയത്ത് വിനീഗർ ചേർക്കുന്നില്ലെങ്കിൽ ഈ ഒരു സമയത്ത് വിനീഗറോ അല്ലെങ്കിൽ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വേണം മിക്സ് ചെയ്തെടുക്കാൻ. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നന്നായിട്ട് കഴുകി വരയൊക്കെ ഇട്ട് കൊടുത്ത ആ ഒരു ചിക്കൻ ഈ ഒരു മസാലയിലേക്ക് ഇട്ടിട്ട് നല്ലതുപോലെ മസാല ഇതിലേക്ക് തേച്ച് പിടിപ്പിക്കുക. ഇതാ ഈ വര ഇട്ട് കൊടുത്ത ആ ഒരു ഭാഗത്തെല്ലാം ഉള്ളിലേക്ക് നന്നായിട്ട് മസാല ഇതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം. എന്നാലാണ് നല്ലതുപോലെ ഉള്ളിലെല്ലാം മസാല പിടിക്കുകയുള്ളൂ. അപ്പോൾ ഇതാ ഇതുപോലെ നന്നായിട്ട് മസാലയെല്ലാം തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് കവർ ചെയ്തിട്ട് ഒരു 4-5 മണിക്കൂറോളം നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. പിന്നെ നിങ്ങൾക്ക് ടൈമെല്ലാം ഉണ്ടെങ്കിൽ ഓവർനൈറ്റെല്ലാം വെച്ചാൽ അത്രയും നല്ലതാണ്, അത്രയും ഇതിലേക്ക് മസാല പിടിക്കും. വൈകുന്നേരത്തേക്ക് വേണ്ടിയിട്ടാണെങ്കിൽ രാവിലെ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ മതി. വെക്കുന്ന സമയത്ത് ഫ്രിഡ്ജിൽ തന്നെ വെക്കുക. അപ്പോൾ നമുക്കിത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ ഇതാ ഒരു 5 മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കവറൊക്കെ ഒന്ന് മാറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലൊരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്, അടുപ്പ് ഓൺ ചെയ്തിട്ടില്ല. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ ഒരു ചിക്കനില്ലേ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിൽ കിടക്കുന്ന ആ ഒരു മസാല മുഴുവനും ഇതിലേക്ക് വടിച്ചിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. ഒട്ടും ബാക്കി വരാത്ത രീതിയിൽ ഇതുപോലെ നന്നായിട്ട് വടിച്ചിട്ട് ആ ഒരു മസാലയും കൂടെ ഈ ഒരു ചിക്കൻ്റെ കൂടെ ഇതിലേക്ക് ആക്കി കൊടുക്കണം. അപ്പോൾ ഇതാ ചിക്കനും ആ ബാക്കി വരുന്ന മസാലയും എല്ലാം കൂടെ ഇതിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ അടച്ചിട്ട് നമുക്കിത് 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ആദ്യത്തെ വിസിൽ വന്നതിന് ശേഷം തീ കുറച്ചിട്ട് ബാക്കി വരുന്ന ഒരു വിസിൽ വേവിക്കുക കേട്ടോ. അപ്പോൾ നല്ലതുപോലെ ചിക്കൻ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ കുക്കർ 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ അടുപ്പ് ഓഫാക്കിയിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷറെല്ലാം ഇപ്പം പോയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം.
അടിപൊളി മണമൊക്കെയാണ് കേട്ടോ. ഇതാ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. അടിക്ക് പിടിക്കും അങ്ങനെയുള്ള ആ ഒരു പേടി ഒന്നും വേണ്ട. അതിൽ നന്നായിട്ട് മസാലയും ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഒട്ടും അടിക്ക് പിടിക്കില്ല. ഇനി ഞാനിതാ മറ്റൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും ഓയിൽ തന്നെ ചേർക്കുക കേട്ടോ, വെളിച്ചെണ്ണ എടുക്കണ്ട. ഇനി ആ ഓയിൽ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത ആ ഒരു ചിക്കൻ ഇട്ടിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. ആ ഒരു ഗ്രേവി മാറ്റി വെക്കുക, അത് പിന്നീടാണ് നമുക്ക് ആവശ്യം. അപ്പോൾ ചിക്കൻ തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറിച്ചും ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കുക. ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയാൽ മാത്രം മതി. ഓൾറെഡി നല്ലതുപോലെ വെന്ത ചിക്കനാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഫ്രൈ ആയാൽ നമുക്ക് എടുത്തു മാറ്റാം. അപ്പോൾ ഇതാ ചിക്കൻ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഇതുപോലെ എല്ലാ ഭാഗവും അത്യാവശ്യം നല്ലതുപോലെ തന്നെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുത്തതിന് ശേഷം ഇതാ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ഇതാ ഈ ഒരു ചിക്കൻ നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ഒരു ഓയിലും അതിൽ കുറച്ച് ഗ്രേവി ഉണ്ട്, അതിലേക്ക് ബാക്കി വരുന്ന ആ ഒരു കുക്കറിലുള്ള ബാക്കി വരുന്ന ഗ്രേവി മുഴുവനും ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് മിക്സ് ചെയ്ത് ആ ഒരു എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ, നന്നായിട്ട് വറ്റി കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന ആ ഒരു പരുവത്തിൽ ആക്കിയെടുക്കണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ തെറിക്കും, അടുപ്പ് മൊത്തം ചീത്തയാവും. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കുഴിയുള്ള പാത്രം എടുക്കുക, അതാണ് ഏറ്റവും കൂടുതൽ നല്ലത്. പരന്ന പാത്രമൊക്കെ ആണെങ്കിൽ അടുപ്പ് നന്നായിട്ട് തന്നെ വൃത്തിയാക്കാൻ പണിയായിരിക്കും. അതുകൊണ്ട് ഇതുപോലെ കുഴിയുള്ള പാത്രം എടുത്താൽ കുറച്ച് പണി കുറയും. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടിയും 1 ടേബിൾ സ്പൂൺ കെച്ചപ്പും 1 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ പൊടി ചേർത്തത് ഇത് എരിവില്ലാത്ത മുളകാണ്, അപ്പോൾ അധികം എരിവുണ്ടാവില്ല. നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ സോസ് ചേർത്ത് കൊടുക്കുക കേട്ടോ, അടിപൊളി ടേസ്റ്റ് ആയിരിക്കും സോസും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ. അല്ലെങ്കിൽ ആ ഒരു മുളകിൻ്റെ ആ ഒരു കുത്ത് ചെറുതായിട്ട് അതിൽ കിടക്കുന്ന പോലെ ഉണ്ടാവും. സോസെല്ലാം ചേർത്ത് കഴിഞ്ഞാൽ അത് പോയിട്ട് വേറൊരു നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അഥവാ കയ്യിൽ സോസ് ഇല്ല അല്ലെങ്കിൽ സോസ് ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ തിളച്ച് വീണ്ടും എണ്ണ തെളിയുന്ന ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുപ്പ് ഓഫ് ആക്കിയതിന് ശേഷം ചൂടോടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലേക്ക് ഈ ഒരു മസാല ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി മസാല ഷവായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കനും ഈ ഒരു മസാലയെല്ലാം കൂട്ടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. കൂടെ നമുക്ക് ചപ്പാത്തിയോ അല്ലെങ്കിൽ പൊറോട്ടയോ നമുക്ക് ഇഷ്ടമുള്ള ഏതിൻ്റെ കൂടെ വേണമെങ്കിലും, ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അറബിക് റൈസാണ് ഉണ്ടാക്കിയതിന്. അതും അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. പൊറോട്ട ചപ്പാത്തിയെല്ലാം കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. അടിപൊളി രുചിയിലുള്ള അതുപോലെ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു മസാല ഷവായൻ്റെ റെസിപ്പിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായ അഭിപ്രായം പറയാൻ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത പുതിയ നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.